ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിയാസിനമൈഡ് സെറത്തിനെ കുറിച്ചിട്ടാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി, ആൽഫ ആർബിറ്ററിൻ, അതേപോലെ തന്നെ നിയാസിനമൈഡ് സെറം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ സെറവും എന്താണ് നമ്മുടെ സ്കിൻ കൺസേൺ, അതിന് അനുസരിച്ചിട്ടുള്ള സെറമാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നിയാസിനമൈഡ് സെറം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക വൈറ്റമിൻ B3 ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, അതായത് റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നത് നിയാസിനമൈഡ് ആണ്. അപ്പോൾ നോർമലി vitamin C for what നോക്കുകയാണെങ്കിൽ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ സെറത്തിനും അതിൻ്റെതായ ആ ഒരു സ്കിൻ കൺസേൺ ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈൻ ലൈൻസും റിങ്കിൾസും ഉള്ള ആൾക്കാർ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യാതെ വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ ആൽഫ ആർബിറ്ററിനോ അതേപോലത്തെ റെറ്റിനോളോ അങ്ങനത്തെ സെറംസ് യൂസ് ചെയ്താൽ അവരുടെ ആ ഒരു എക്സാക്റ്റ് പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആവില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും. ദെൻ ബ്ലെമിഷേഴ്സ് ഒക്കെ നല്ലോണം ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൊണ്ടുവരും കേട്ടോ നമ്മുടെ സ്കിന്നിന്. പക്ഷേ ആക്നി മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിയാസിനമൈഡ് തന്നെയാണ്. ബ്രൈറ്റ്നസ് കൊണ്ടുവന്നാലും എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ വൈറ്റമിൻ C സെറം ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് ഒന്നുകൂടെ ബ്രൈറ്റ്നസ് കൊണ്ടുവരുന്നത്. അപ്പൊ നിയാസിനമൈഡ് സെറത്തിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് വെച്ചാൽ ആക്നി മാർക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്, പിമ്പിൾ സ്പോട്ട്, അതേപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിയാസിനമൈഡ് നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ബ്ലെമിഷേഴ്സും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഓരോ സെറം യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിന് എന്താണോ പ്രോബ്ലം അതനുസരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുമ്പോൾ അതായത് കോളജൻ പ്രൊഡക്ഷൻ ഒക്കെ നല്ലോണം ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോളജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഏജിങ് സൈൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനും റിങ്കിൾസ് അതേപോലെ തന്നെ ചുളിവുകളും കാര്യങ്ങളൊക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയാസിനമൈഡ് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 1 to 5% മാത്രം ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ നിങ്ങൾ നിയാസിനമൈഡ് സെറം ഒക്കെ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ ഒരു ബിഗിനർ പോയിട്ട് 10% ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് 1 to 5 ആണ് കേട്ടോ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് വൈസ് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുമ്പം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഡെർമാക്കോന്റെ 10% നിയാസിനമൈഡ് സെറം ആണ്. ശരിക്കും നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും മാത്രമല്ല കേട്ടോ റെഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു സ്കിൻ ടോൺ ഒക്കെ നല്ലോണം ഈവൻ ടോൺ ആക്കാനും വേണ്ടിയിട്ടും പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഫെയ്ഡ് ഔട്ട് ചെയ്യാനൊക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല എന്താ പറയുക യങ് ആൻഡ് സോഫ്റ്റൻ ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഡെർമാക്കോന്റെ നിയാസിനമൈഡ് സെറത്തിന്റെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ വരുന്നത് 10% ആണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻ പണ്ട് മുതലേ ചെയ്തൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു 10% യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോ. ഒരു ബിഗിനർ ആണ്, ആദ്യമായിട്ട് നിങ്ങൾ ഒരു സെറം വാങ്ങിച്ച് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിയാസിനമൈഡ് കോൺസെൻട്രേഷൻ ലെവൽ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്, 1 to 5% ആണ്. 10% കോൺസെൻട്രേഷൻ ലെവൽ യൂസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം, അതായത് 10% ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻഫ്ലമേഷൻ, റെഡ്നെസ് അങ്ങനത്തെ ഇറിറ്റേഷൻസ് ഒക്കെ അവരുടെ സ്കിന്നിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടിട്ടാണ് 1 to 5% ആണെങ്കിൽ നമുക്ക് ഒരു ഇറിറ്റേഷനും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയല്ലോ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ 8 to 12 ഡേയ്സ് അല്ല, വീക്സോളം ചിലപ്പം ചിലരുടെ സ്കിന്നിൽ ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. 1 to 5% നമ്മൾ യൂസ് ചെയ്താൽ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതോടൊപ്പം പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആക്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ നിയാസിനമൈഡ് തന്നെയാണ് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യാൻ മൈൻഡിൽ. ദെൻ എത്ര ഡ്രോപ്സ് എടുക്കണം എന്ന് നോക്കുകയാണെങ്കിൽ 2 to 3 അല്ലെങ്കിൽ മാക്സിമം 4 ഡ്രോപ്സ് ഒക്കെ നമ്മൾ എടുത്താൽ മതി. അതിനുശേഷം നോർമലി നിങ്ങൾക്ക് അറിയാലോ സെറം അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ്, ടോണർ യൂസ് ചെയ്യുക, അതിനുശേഷം സെറം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ നോർമലി നമ്മുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു നിയാസിനമൈഡ് അല്ലെങ്കിൽ എന്ത് സെറം യൂസ് ചെയ്താലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അതർവൈസ് നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സെറം മാത്രം അപ്ലൈ ചെയ്തിട്ട് നടക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സെൻസിറ്റീവ് ആവും. നിയാസിനമൈഡ് സെറം എല്ലാ ഡേയ്സും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ നിയാസിനമൈഡ് സെറം നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം കേട്ടോ.
അതായത് മോർണിംഗ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ നൈറ്റ് ടൈമിലും യൂസ് ചെയ്യുക. അതാണ് 2 ടൈംസ് വെച്ച് നമ്മൾ 2 ways യൂസ് ചെയ്യുക എല്ലാ ഡേയ്സും. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ 8 to 12 വീക്സ് വരെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ തോതിൽ താമസം വരും. അതായത് ഫുള്ളി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആക്നീസും ഡാർക്ക് സ്പോട്ടൊക്കെ പതിയെ പതിയെ മാനി വരുന്നത് നമുക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബ്ലെമിഷസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതോടൊപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്നി മാർക്സ് ഒക്കെ റെഡ്യൂസ് ആയി ഫുൾ നമുക്കൊരു റിസൾട്ട് എന്ന് പറയുന്നത് 8 to 12 വീക്സ് വരെയാണ് കേട്ടോ എടുക്കുന്നത്. ശരിക്കും ഡെർമാക്കോന്റെ ഈ ഒരു നിയാസിനമൈഡ് സെറം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നിയാസിനമൈഡ് സെറം ആണ്. 10% ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഫ്രാഗ്രൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രാഗ്രൻസിന്റെ അകത്ത് വരുന്നത് 100ഓളം കെമിക്കൽ കോമ്പോണൻസ് ചേർത്തിട്ടാണ് ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നത്. സോ അത് നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ നല്ലതല്ല. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഒരു സെറം ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 200 സംതിങ് റുപ്പീസ് ആണ്. 249 രൂപയെങ്ങാണ്ടും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളും ലിങ്കും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലാർജർ ബോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ ആ ഒരു ലിങ്കും എല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡെർമാക്കോന്റെ ഈ ഒരു സെറം യൂണിസെക്സ് ആയിട്ടുള്ള ഒരു സെറമാണ് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറം കൂടെയാണ്. നിങ്ങളുടെ സ്കിൻ കൺസേൺ ആക്നി മാർക്സ് ആണെങ്കിൽ, അതേപോലെ തന്നെ ആൻറ്റി ഏജിനിങ് ആയിട്ട് നമ്മുടെ സ്കിൻ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഷുവറായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിയാസിനമൈഡ് സെറം തന്നെയാണ്. അതുമാത്രമല്ല സ്മൂത്ത്നെസ് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഒരു കോളേജൻ പ്രൊഡക്ഷനൊക്കെ നല്ലോണം ബൂസ്റ്റ് ചെയ്യുക വഴി നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനിയിപ്പോൾ ഫൈൻ ലൈൻസ് ആയിക്കോട്ടെ, വ്രിങ്കിൾസ് ആയിക്കോട്ടെ, അതൊക്കെ ഇല്ലാണ്ടാക്കി സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും എല്ലാ ഡേയ്സും യൂസ് ചെയ്താലാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. ബ്ലെമിഷേഴ്സും നന്നായിട്ട് മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ ബ്ലെമിഷേഴ്സ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ പിമ്പിൾസും സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതുവഴി. ഡാർക്ക് സ്പോട്ടൊക്കെ നല്ലോണം മിനിമൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയിങ്ങും സ്കിൻ ടോണിൻ്റെ ആ ഒരു ടെക്സ്ചർ വൈസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഈവൻ ടോണായിട്ട് നമുക്ക് കാണപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സെറം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീയും ഡൈ ഫ്രീയും അതേപോലെ തന്നെ മിനറൽ ഓയിൽസ് ഒന്നും ഇല്ലാത്ത സെറം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സെറം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് ഡെർമാക്കോന്റെ ഈ ഒരു സെറം. അപ്പോൾ ശരിക്കും വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ശരിക്കും നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറം കൂടിയാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു 10% അല്ല യൂസ് ചെയ്യേണ്ടത്, 1 to 5% ആണ് കേട്ടോ. ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.